ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ലീപ്പ് പാരാലിസിസിനെ പറ്റിയാണ്. സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി ഇപ്പോൾ റീൽസ് എടുത്താലും യൂട്യൂബ് ഷോർട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കുറേ പേര് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ബയോളജിക്കൽ റീസൺസ് അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഇതിൻ്റെ ബയോളജിക്കൽ റീസൺസ് അറിയണം ഗൈസ്. സോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇല്ലേ, ഉറക്കത്തിന് 2 സ്റ്റേജ് ഉണ്ടെന്ന് വിചാരിക്കുകയല്ല, ഉണ്ട്. NREM ആൻഡ് REM. NREMൽ തന്നെ ഒരു 3 സ്റ്റേജ് ഉണ്ട്. ഈ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇത് REMലേക്ക് പോകുന്നത്. REM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, NREM എന്ന് പറഞ്ഞാൽ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. സ്ലീപ്പ് പാരാലിസിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് REM ആണ്. സോ നമുക്ക് REMനെ പറ്റി സംസാരിക്കാം. REM സ്ലീപ്പ് സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായ ഡീപ്പ് സ്ലീപ്പിലാണ് ആൻഡ് യുവർ ബ്രെയിൻ ഈസ് ആക്റ്റീവ്, പക്ഷേ യുവർ ബോഡി ഈസ് ഇൻആക്റ്റീവ്. അതിൻ്റെ കാരണം നിങ്ങൾ ബ്രെയിൻ സ്റ്റെം സിഗ്നൽ കൊടുക്കും മോട്ടോർ ന്യൂറോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ. മോട്ടോർ ന്യൂറോൺസ് എന്താണെന്നറിയാലോ, മോട്ടോർ എബിലിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറോൺസ് മോട്ടോർ ന്യൂറോൺസ്. സോ നിങ്ങളുടെ ബോഡി ടെമ്പററിലി പാരലൈസ്ഡ് ആണ്, ഓക്കെ. പക്ഷേ ആ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഐലിഡ്സ് ക്ലോസ്ഡ് ആണെങ്കിലും റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. REM സ്ലീപ്പിലാണ് ഡ്രീംസ് ഒക്കോർ ചെയ്യുന്നത് ആൻഡ് ഓൾസോ ബ്രെയിൻ ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ ബ്രെയിൻ്റെ പാർട്സ് ലൈക്ക് തലാമസ്, അമിഗ്ഡാല ഇതൊക്കെ ആക്റ്റീവാണ്. സോ ഈ ഡ്രീംസ് ഒക്കർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി ഈ സ്ലീപ്പ് പാരാലിസിസ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണുറക്കുകയാണ് ആൻഡ് ഒരു ഭയങ്കര സ്കെയറി സാധനം നിങ്ങളെ നെഞ്ചത്ത് കയറി വന്നിരിക്കുന്നു, എന്നിട്ടത് നെഞ്ചത്തിട്ട് കുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു, ഒരു സാധനം റൂമിൽ കൂടെ നടക്കുന്നു, ഇങ്ങനത്തെ പല സാധനങ്ങളും നിങ്ങൾ കാണും. ചിലർ ഒരു മൈൽഡ് ഫോമിൽ കാണും, ചിലർ ഭയങ്കര സ്കെയറി ഫോമിൽ ഇത് കാണും. ആൻഡ് ബ്രെയിൻ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു റിയാലിറ്റിയിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കും, ഓക്കെ. കാരണം നിങ്ങൾ കോൺഷ്യസ് ആണല്ലോ. ഇത് റിയാലിറ്റിയിലാണെന്ന് തോന്നിക്കുന്ന ബ്രെയിൻ പാർട്ട് ഏതാണെന്നറിയോ? അമിഗ്ഡാലയും തലാമസും ഒക്കെയാണ്. ഈ അമിഗ്ഡാല എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം അമിഗ്ഡാലയാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫിയർ, ഹാലൂസിനേഷൻസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ പാർട്ട്. സോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അവിടെ നിന്ന് ഓടണം. ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരുന്നത് അമിഗ്ഡാലയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓടാനോ അലറാനോ കൈ അനക്കി ഒന്ന് അടിക്കാനോ ഒന്നും പറ്റൂല. ബിക്കോസ് യുവർ മോട്ടോർ ന്യൂറോൺസ് ഇസ് ഇൻഹിബിറ്റഡ്. മനസ്സിലായില്ലേ? സോ ഇതാണ് ഇതിൻ്റെ ബയോളജിക്കൽ റീസൺ, ഓക്കെ. സോ REM സ്ലീപ്പ് പ്ലസ് വെയ്ക്ക്ഫുൾനെസ് ആണ് സ്ലീപ്പ് പാരാലിസിസ്. ഇത് സംഭവിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. സ്ലീപ്പ് ഷെഡ്യൂൾ തെറ്റുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരെ തന്നെ കിടക്കുക, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ യു വെൽക്കം.